എല്ലാവർക്കും നമസ്കാരം. റോഹിയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം. ആളറിയായിരിക്കുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഇൻസ്റ്റയിലാണ് ഞാൻ കണ്ടന്റ് ചെയ്തേക്കണം. യൂട്യൂബിലേക്ക് ഇവരുടെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല, പഴയ ചാനലാണ് കിടക്കണേ. പഴയ ചാനൽ നല്ല രീതിയിൽ പൊളിച്ചടയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവരോട് ഇപ്പൊക്കെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഹി ജാൻ അവരാരോ എന്താന്നൊക്കെ അതെനിക്കറിയാം, അതിവിടെ പറയേണ്ട കാര്യമില്ല, അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. അത് അവര് തന്നെ ഒരു ദിവസം പറഞ്ഞോളും, അത് നല്ലത്. എനിവേ, റൂഹി ജാൻ ആത്മാക്കളെ പിടിക്കാൻ നടക്കുന്ന ഒരാളാണ്. ആത്മാക്കളെ ഏത് വഴിക്ക് പോയാലും പിടിക്കും, പക്ഷെ എല്ലാ ആത്മാക്കളൊന്നും പിടിക്കത്തില്ല. റൂഹി ജാനിന് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആത്മാക്കളെ മൊത്തം പിടിക്കുള്ളൂ. അങ്ങനെ ഉള്ളവരെ മാത്രമേ പിടിക്കുള്ളൂ. ഇപ്പൊ രേണു സുധിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പല ന്യൂസുകൾ കേൾക്കുന്നത് അവർക്ക് കുറച്ച് ക്രിറ്റിക്കലാണ്, സീരിയസ് ആണ്, പല രീതിയിലുള്ള. എന്നാൽ തന്നെ അതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ വന്നിട്ട് കമന്റിൽ കൂടി ആയാലും തെറിവിളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തല്ലിപ്പൊളി കണ്ടന്റ് ഒക്കെ ആയിട്ട് അവർ വെറുപ്പിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. രണ്ട് രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു വയ്യാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവർക്ക് തീരെ വയ്യ അങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്ന് അസുഖത്തെ മാനിച്ചിട്ടെങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന് കാര്യങ്ങളൊക്കെ സെറ്റായി അവർ റിക്കവർ ആയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും വന്ന് ചെയ്തു എന്നുള്ളത് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ വേറെ ഒന്നല്ല, മുടി ഇങ്ങനെ ഇട്ടേക്കണ കുളിയും കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. അപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം ഓർത്തത്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് അത് റോഹിജാൻ ഇങ്ങനെ 2 വാക്ക് പറഞ്ഞു വെച്ചിട്ട് അതിനെ കുറിച്ച് ഒരു എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അവരാ ഞാനൊന്നും പറയല്ല. അപ്പൊ നമുക്ക് കണ്ടന്റിലേക്ക് തുടങ്ങാം. ഓരോ സാധനം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഈ ആദ്യത്തെ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ വെച്ചെന്തുകൊണ്ടാ അറിയോ? ആ പാവം പിടിച്ച കൊച്ചിനെ ഇത് റിഫേന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി പച്ച കളർ പഠിച്ചിട്ട് ഒരു കോലം കാണിച്ച് അതിന്റെ അകത്ത് ഇട്ടേക്കണ ഒരുമാതിരി മറ്റൊരു പരിപാടിയാണ്. ആ ചാനലിലെ ആള് എന്റെ ഈ വീഡിയോ കാണി പറയാം, എന്റെ പൊന്നണ്ണ ആ സാധനമെങ്കിലും ഒന്ന് എടുത്ത് മാറ്റും. ഒരു മര്യാദ വേണ്ടേ? മരിച്ച ഒരു കുട്ടിയാ, അതിന്റെ ആ വീട്ടുകാരുൾപ്പെടെ കാണുന്നതാണ്. അവർക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കാണുമ്പോ ഈ പച്ചപ്പെയിന്റ് അടിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കല്ലേ? അല്ലെങ്കിൽ വെക്കണേ അവരെ ഫോട്ടോ മര്യാദക്ക് വെച്ചോ. എന്തോ ഇത് പറയല്ല, എന്റെ വായിൽ വേറെ എന്തൊക്കെയാ വന്നത്. റൂഹിജാൻ പറ. ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചന്റെ പിറകെ പോകരുതെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് സുധി എന്ന് പറയുന്ന സോള് കിച്ചന്റെ കൂടെ ഉണ്ട്. ശരി, സുധിയുടെ അതായത് കിച്ചുന്റെ അച്ഛൻ കൊല്ലം സുധിയുടെ ആത്മാവ് കിച്ചുവിന്റെ കൂടെ ഉണ്ടെന്ന്. അതിന് നിങ്ങൾക്ക് എന്താണ്? സുധിച്ചേട്ടന്റെ ആത്മാവ് കിച്ചുവിന്റെ കൂടെ, രേണുസുധിയുടെ കൂടെ, ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ, അത് അവരുടെ ഫാമിലി. അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം? ആത്മാവ് അവിടെ എല്ലാം വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എന്റെ ഇൻസ്റ്റയിലിട്ട് വീഡിയോയിൽ ഞാൻ മര്യാദ പറഞ്ഞ 2-3 ആത്മാക്കളെ നിങ്ങൾ പറ്റുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക, ബോറടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാല്ല. കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞിട്ടൊന്ന് ആത്മാക്കളാന്ന് തോന്നുന്നു എന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്തിരുന്ന 2 തേങ്ങ ഒരു കടച്ചക്ക എടുത്തുകൊണ്ട് വരുന്നു, മര്യാദ തിരിച്ചുകൊണ്ട് നോക്കാൻ പറ. ഈ ആത്മാക്കളുടെ ഒരു മര്യാദ കേട്ട്. അത് ഏത് ആത്മാവെന്ന് എനിക്കറിയില്ല. ഇവരൊന്നും അല്ല, നിങ്ങളുടെ കൂടെയുള്ള ഏതോ തല്ലിപ്പൊളി ആത്മാവാ. കിച്ചു ആണ് മെയിൻ പ്രശ്നം. കിച്ചുവിനെ കയറി മറ്റേ നോബിളച്ചം ചൊറിഞ്ഞു, രേണുസുതി ചൊറിഞ്ഞു. അപ്പൊ അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ചൊറിയരുതെന്ന് ഓൾറെഡി എന്താ പറയാ നമ്മുടെ റോഹിജാന എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും അത് കേട്ടില്ല. എന്താണ് ആരും കേക്കഞ്ഞേ? ബിഷപ്പിന് അറിയാം ബിഷപ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ബിഷപ്പിന്റെ ലൈഫ് ബിഫോർ യു ബിക്കം ബിഷപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് യു നോ വെരി വെൽ യുവർ സെൽഫ്. അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഇപ്പം ബിഷപ്പ് നോബലായിട്ട് ലൈഫ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുന്ന ഒരു പവർ മുകളിലുണ്ട്. യു നോ ദാറ്റ്, റൈറ്റ്? എന്തോന്നട ഇത്? അപ്പൊ ആത്മാക്കളെ കൊണ്ട് ഇപ്പൊ ദൈവമായിട്ടുള്ള പിടുത്തമായാ? കോമഡി പീസ് തന്നെ കേട്ടോ നിങ്ങള്. അല്ല, ഈ ബിഷപ്പും മറ്റേതും വിശപ്പാമ്പും എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ, അവരൊക്കെ പാസ്റ്റില് വല്ലതും ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലർക്കും പല ആൾക്കാരെ കുറിച്ചും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടും, പല പ്രൂഫുകൾ കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ റൂഹിജാന്റെ ഒരു പ്രത്യേകത എന്താ പറയുക? റൂഹിജാന് കുറച്ച് കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഹിയറാൻസ് ഒക്കെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്, ഹെയർസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് റൂഹിജാൻ എന്ത് ചെയ്യും? നേരെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആത്മാവ് വന്ന് ദൈവം പറഞ്ഞ തൊട്ടു. എന്തൊരു കോമഡി പീസർ ഇത്! ചിരിക്കാനുള്ള വകണ്ടിട്ട് എനിക്ക് മാത്രമാണ് ഇവരുടെ വീഡിയോ ഇരുന്ന് കാണുമ്പോ ചിരി തന്നെയാണ് ഞാൻ ആലോചിക്കണേ. ഒന്നാമത്തെ ആത്മാവ് കുന്തം കുടച്ചക്രത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ടാണെന്നൊന്നും ആരും പറയല്ലേ. ബേസിക്കലി ഇവര് പറയുന്ന കാര്യത്തിൽ ആത്മാവ് ഉണ്ടായിക്കോട്ടെ ഇല്ലായിരുന്നോട്ടെ, ഇവര് പറഞ്ഞ കാര്യത്തിലൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇവരെന്തൊക്കെയോ അവിടെ നിന്നൊക്കെ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം വെച്ചിട്ട് പിച്ചും പേയും വെച്ചിട്ട് ഈ ഭീഷണി അങ്ങനെ മറ്റേ അത് ചെയ്താൽ ഞാൻ കൊല്ലും, ഇത് ചെയ്താൽ ഞാൻ കൊല്ലും, ചുമ്മാ കിടത്ത ഭീഷണി മാത്രമേ ഉള്ളൂ. കഷ്ടം തന്നെ ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാവും. രേണു എന്നാണോ കിച്ചുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തീർന്നത്, അന്ന് രേണുവിന് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ലൈഫ് വരാൻ തുടങ്ങി. ഷീ റീച്ച് ടു ബെഡ്. ഓക്കെ, സോൾ പവർ എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളല്ല. ദേ ക്യാൻ ഗീവ് ആൻഡ് ദേ ക്യാൻ ടേക്ക് എവറിഥിങ്. സോ അങ്ങനെ ഒരു പവർ സുധിക്കുമുണ്ട്. സുധി ഈസ് എ ഗുഡ് സോൾ. Sudhi is a good soul or bad soul, whatever it is. It's a totally different thing. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റിന് വാല്യൂ കിട്ടുന്ന ആൾക്കാരുടെ ആത്മാക്കളായിട്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ, അല്ലാതെ വേറെ ആരായിട്ടും ഇല്ലേ? തുടക്കം റിഫയുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്കൊന്നും അങ്ങനെ എത്തുന്നില്ല. അവസാനം വന്ന് കൊട്ടി എല്ലാവർക്കും നോബൽ അച്ഛനൊക്കെ ഇട്ട് കൊട്ടി, അയാൾക്ക് കിട്ടണം, അത് വേറെ കാര്യം. കൊട്ടി എല്ലാവർക്കും ഇട്ട് നടന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആത്മാവ് വന്ന് പറഞ്ഞു. ഈ റിഫയുടെ കേസാണെങ്കിലും ഞാൻ ഉള്ളത് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതെ നിങ്ങൾ പോലീസിനോട് ഒന്ന് തുറന്നു പറഞ്ഞു. നിങ്ങൾ കേരളത്തിലേക്ക് വരൂ, ദുബായിലേക്ക് നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, കേരളത്തിലേക്ക് വരൂ. എന്നിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉള്ള തെളിവുകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കാര്യം നോക്കി പോയി. എന്തിനാണ് ആ പാവം പിടിച്ച മരിച്ചുപോയ കൊച്ചിന്റെ ആത്മാവിനെ വലിച്ചിടുന്നത്, ആത്മാവുണ്ടെന്നും പറഞ്ഞു വലിച്ചിടുന്നത്? ഇപ്പൊ കൊല്ലം സുധിയുടെ ആത്മാവ് ഇവിടുന്ന് മരിച്ചിട്ട് ഇത്ര നാൾ ഇവിടെ കിടന്ന് കറയും കൂടി ടിക്കറ്റ് കൊടുത്ത് ഇവിടെ പോയി, കാനഡയിൽ പോയി ഇവരെ കാണാൻ വേണ്ടി. എന്തൊക്കെ പോഴത്തോട് ഇവര് വിളിച്ചു പറഞ്ഞാലിരിക്കുന്നത്. ഇപ്പൊ രേണുസുധിയുടെ അസുഖം വന്നത് രേണുസുധി കിച്ചുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോലും. അത് കൊല്ലം സുധിയുടെ ആത്മാവിന് അത് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് രേണുസുധിനെ ശപിച്ചു, സ്വന്തം ഭാര്യനെ ശപിച്ചു. അതാണ് ആ അസുഖത്തിലായത് അവര്. എന്തോന്നൊക്കെയാണ് ഇത്? വയ്യേ നിങ്ങക്ക്? നന്നായിട്ട് അതൊക്കെ പുറത്തോട്ട് ഇപ്പം വരും, 1 by 1 പുറത്തോട്ട് വരും. ഓക്കെ, അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസും മെസ്സേജസും എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് എത്തുന്ന ആളാണ് സന്ദീപ് ലബാൽ. ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് എവറിത്തിങ്. സന്ദീപിന് പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് എല്ലാ പ്രൂഫുകളും വന്നു ചേരുക. അത് ബിഷപ്പിന് നേരെയുള്ളതാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ഹിസ് ഡ്യൂട്ടി ടുവേർഡ്സ് ബിഷപ്പ്. ഒരു പ്രാവശ്യം സോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആള്, the person who's living in this world, അവര് വെറുതെ രക്ഷപ്പെടും. കൊതിയാണ് ഇവരെ പോലെയൊക്കെ ഇങ്ങനെ കിളി പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇത് എന്തൊന്നാണ് ഇത്? മെയിൻ ആയിട്ട് ബിഷപ്പ് കിച്ചുവിനെ പറഞ്ഞ് അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് ബിഷപ്പിനിട്ടുള്ള കൊട്ട്. അത്ര നാള് ബിഷപ്പും ഇല്ല, ഒന്നും ഇല്ലായിരുന്നിട്ടാ. അപ്പൊ കണ്ടന്റിന് അവിടെ വാല്യൂ ഉണ്ട് തോന്നിയപ്പോഴേക്കും നമ്മളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ബിഷപ്പിന്റെ കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ റീച്ച് ഉണ്ട്, എല്ലാവർക്കും നല്ല റീച്ച് ഉണ്ട്. അപ്പൊ റൂഹിജ ബിഷപ്പിനെ കയറി പിടിച്ചു. പിന്നെ രേണുസുധി ഓഫ് കോഴ്സ് ആ ഒരു പേരിന് നല്ല വാല്യൂ, യൂട്യൂബിൽ എവിടെ വീഡിയോ ഇട്ടാലും നല്ല രീതിക്ക് കയറും. അപ്പൊ ഇപ്പൊ അതാണ് പരിപാടി. ഇപ്പൊ മെയിൻ ആയിട്ട് റിഫയിലേക്ക് അധികമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. എന്ത് പറ്റി? ആത്മാവ് ഒന്നും പറയുന്നില്ലേ? ചുമ്മാ വന്നോണ്ട് ഓരോ ഇതിപ്പോ ഇതിന്റെ അത് പറഞ്ഞു വെച്ചാൽ ഒരു സാധനം വളരെ ക്ലിയർ ആണ്. എന്ത് കുറെ ഇൻഫർമേഷൻസ് പ്രൂഫുകളൊക്കെ സന്ദീപ് എന്ന് പറഞ്ഞ ആളുടെ എത്തും. ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ പ്രൂഫുകൾ, കുറെ തെളിവുകൾ, കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ ഇവരിങ്ങനെ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേക്കും പലരും വന്ന് പറയുന്നതും പലയിടത്ത് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ. രേണുവിന്റെ മാനേജർ കരിഷ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ച സമയത്ത് എന്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞു ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് വിളിച്ചിട്ട് എന്തോ പിച്ചുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. ഇത് സത്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ബേസിക്കലി ഇതിനു മുമ്പ് വേറൊരാളുടെ കേസിലും ഇവരിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഞാൻ അയാളെ കോൺടാക്ട് ചെയ്ത സമയത്ത് അയാളും പറഞ്ഞത് വിളിച്ചിട്ട് എന്തോ വിച്ചുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആർക്കും വലിയ താല്പര്യമൊന്നുമല്ല ഇവരോട് സംസാരിക്കുക. ഇവര് വന്നിട്ട് എടാ ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ വാങ്ങിച്ച് നല്ലൊരു മൈക്കൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്തിനാണ് അയാൾക്ക് മറ്റേ വീഡിയോ കോൾ ചെയ്ത് അയാളെ റെക്കോർഡ് ചെയ്തിട്ട് അയാളുടെ ചാനലിടുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് ചാനൽ തുടങ്ങാൻ പോലും. എന്നിട്ട് ആത്മാവേവാ അയ്യോ സംഭവം എന്തോ ബിഷപ്പിന്റെ ഒക്കെ കുറെ എന്തോ കേസ് പുള്ളിക്കാരുടെ കിട്ടിയിട്ടുണ്ട്. അത് പുറത്തു വരട്ടെ, ഞങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് അതിൽ നമുക്ക് സെൻഡ് ചെയ്താ വെച്ചാല് എനിക്കൊന്ന് മെസ്സേജ് ഒക്കെ എത്ര നാളെ പറയണം അതിന്റെ അകത്തൊക്കെ സെൻഡ് ചെയ്താ ഞാനെങ്കിലും ചെയ്യാം വീഡിയോ. കൊള്ളാം, നല്ല സാധനങ്ങളാ. എന്തോന്നും ആലോചിക്കണത്. അടുത്തത് പറ. റേണുവിന്റെ മാനേജർ കരിഷ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേണുവിനിപ്പം ഈ കാര്യങ്ങള് ഇതുപോലത്തെ ഒരു ഡിസീസ് പെട്ടെന്ന് അസുഖം വരാനും ഇതുപോലെ ബെഡിലൊക്കെ ആയതും സോളാണ്. ബിക്കോസ് റേണു ചെയ്ത കാര്യങ്ങൾ സോള് ഹാപ്പി ആയിരുന്നില്ല. ദാറ്റ് ഇസ് എ തിങ്. ദ അതർ തിങ്, റേണു കിച്ചുവിന്റെ പിറകെ പോയതിനു ശേഷം റേണുവിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അല്ലാത്ത ഇനി റേണുവിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സുധിയും റബിയും എല്ലാവരും ഒന്നിച്ചുണ്ട്. സോ സുധി ഹാപ്പിയാവും റിഫനെ ഹെൽപ്പ് ചെയ്താൽ. ഓക്കെ, അത് റേണു എന്ത് ഹെൽപ്പാ ചെയ്യണം
ചെയ്യുന്നത് വെച്ചാൽ റേണുവിന് ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. റേണു അറിയാൻ നിങ്ങൾ ഈ ആത്മാക്കളൊക്കെ കൂടി കൊണ്ടുവന്ന് നിങ്ങളുടെ അവിടെ റൂമിൽ പൂട്ടിയിട്ടേക്കണം. ഈ സുധിച്ചേട്ടനും റിഫയുടെ ആത്മാവായിട്ട് എന്ത് ബന്ധം? ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുധിച്ചേട്ടന്റെ ആത്മാവ് ഹാപ്പി ആവുന്നത് റിഫയുടെ ഹെൽപ്പ് ചെയ്ത എന്ത് കാര്യത്തിന്? ഏഹ് നിങ്ങളുടെ ആത്മാവെന്ന് എല്ലാ സത്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് ആ സത്യങ്ങളൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് വിളിച്ചു പറഞ്ഞിട്ട് പരിപാടി നിർത്തി പോയാൽ പോരെ? കേസും തെളി അതില്ല. അവര് പറയട്ടെ, ഇവര് പറയട്ടെ, അത് കിട്ടി, ഇത് കിട്ടി. അയ്യേ രേണുസുട്ടിക്ക് അസുഖം വന്നത് ഇപ്പൊ ഇതുകൊണ്ടാന്നാ പറയണേ. ക്യാൻസർ വന്നത്. ഓ, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെയാണ് പ്രവചന സിംഹം ഇപ്പൊ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കളിയാക്കുന്നല്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എഗെയിൻ പറയുന്നത് കാര്യങ്ങളൊക്കെ അറിയാതുണ്ടെങ്കിൽ തെളിവുകൾ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യേ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല യൂട്യൂബേഴ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ചാനൽ ഇത് സ്വന്തമായിട്ട് ചാനലിലാക്കി അതിലിടും. അതില്ല. വന്നിരുന്ന് പ്രേതം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ഞാനിതൊക്കെ പോട്ടെ, ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ഇവിടെ പേഴ്സണലാണ്, ചോദിക്കുന്നതുകൊണ്ട് വലിയ ഇതില്ല. എന്നാലും ജസ്റ്റ് ചോദിക്കുക, ഈ ഫാമിലി ഒക്കെ എവിടെയാ? അതായത് വീട്ടുകാർ, അച്ഛനും അമ്മ, ബാക്കി സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ എവിടെ പോയി? അല്ല, അതൊന്ന് അടുത്ത പ്രേതത്തിന്റെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമോ എവിടെയെങ്കിലും? അവരൊക്കെ എവിടെ പോയി? അല്ല, ആരും കൂടെ ഇല്ല ഇപ്പോ? വെറുതെ ചോദിക്കണേട്ടാ. ഈ ഇമാരി പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു അതിന്റെ എല്ലാരും ഇട്ടുകൊണ്ട് പോയാ? അയ്യോ അയ്യോ. കാര്യമുണ്ട്. റേണുവിനെ ചൂസ് ചെയ്തതാണ്. അവിടെ ദുബായിലെത്തി എല്ലാ കാര്യങ്ങളും അറിയാനും റിഫക്ക് വേണ്ടി സംസാരിക്കാനും. ദിസ് ഈസ് യുവർ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി മറന്ന് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് ചിന്തിച്ചാൽ അങ്ങനൊരു ലൈഫ് റേണുവിനില്ല. ഓക്കെ റേണു, ഐ എം വെരി സോറി ടു സേ ദിസ്. റേണുവിന്റെ അസുഖം എന്ന് പറയുന്ന ക്യാൻസർ, അത് വെരി സ്പ്രെഡബിൾ ആയിട്ടുള്ള ക്യാൻസർ ആണ് വന്നിട്ടുള്ളതെന്ന് അറിയാലോ. അത് സ്പ്രെഡ് ആവാതെ മിറക്കലി സേവ്ഡ് ആവണമെങ്കിൽ യു ഹാവ് ടു സ്പീക്ക് എവറി വാട്ട് യു നോ, whatever you know. എന്തൊക്കെ കാര്യങ്ങൾ ദുബായില് കരീഷ്മനെ കണക്ട് ചെയ്തിട്ടും അവിടുത്തെ സ്മഗ്ലിങ്ങിനെയും അവിടുത്തെ മാഫിയ ചിലപ്പം ഡീപ്പായിട്ട് റേണുവിന് അറിയില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ റേണു അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിലുണ്ട് റിഫയിലോട്ട് എത്തേണ്ട കാര്യങ്ങൾ. അല്ല, നിങ്ങളുടെ അടുത്ത് റിഫയുടെ ആത്മാവ് ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ടില്ലേ ഇതൊന്നും? ഇനി വയ്യാതെ എടുക്കുന്ന രേണുസുതി വന്നിട്ട് വേണം പറഞ്ഞാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പൊ അതിൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് പരിപാടിയും പൊളിഞ്ഞു. നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല അല്ലേ? അവിടുത്തെ ഇവിടുന്നൊക്കെ കിട്ടണ വെച്ച് യോജിപ്പിച്ച് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കി അങ്ങ് വിടുക. ബെസ്റ്റ്. എടേ, അവര് കള്ളക്കടത്ത് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നാ നിങ്ങൾ അത് വന്ന് പറ, തെളിവ് അടക്കം കൊണ്ടുവന്നിട്. ഇനി അവര് വന്ന് പറയൂ, ഞാൻ ഇന്നത് കട്ട്, ഞാൻ അത് കണ്ട് ഇത് കണ്ടെന്ന് അവര് വന്ന് പറയൂ. അവർ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ അവര് വന്ന് പറയൂ. നിങ്ങളുടെ തെളിവുകളുണ്ട്, നിങ്ങൾ അതെടുത്തിട്. തെളിവുകളൊന്നും ഇല്ലെങ്കിൽ മിണ്ടാണ്ട് വല്ല ഒഴിക്കുമ്പോ ആത്മാവ് വന്ന് പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് മറ്റേത് പറഞ്ഞ്. ഞാൻ പറയുന്നില്ല കേട്ടോ രേണുസുതി ഇതൊന്നും ചെയ്യാത്ത നല്ല ആളാണ്, അല്ലെങ്കിൽ ഇത് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവര് പറയുന്ന പോലെയാണെങ്കിൽ രേണുസുതി ഇങ്ങനെ ഈ മറ്റേ ദുബായി പോണത് മറ്റേ കള്ളക്കടത്തിനും മറ്റേനും ആണെന്നുണ്ടെങ്കിൽ ജമ്മത്ത് അവരൊന്ന് പറയും നിങ്ങക്ക് തോന്നണ്ട ആർക്കെങ്കിലും? ഇല്ല. എല്ലാവർക്കും അവരോരോ സേഫ്റ്റിയാണ് വേണ്ടത്. ഓരോരോ വെടലത്തരങ്ങൾ വന്ന് പറയണതിന് ഒരു മര്യാദ വേണ്ടേ? കരീഷ്മയും ദുബായിൽ പോയിട്ട് അവരും കള്ളക്കടത്തായിരുന്ന. എന്റെ പൊന്നിത് സംഭവം നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. അത് ആദ്യത്തെ വീഡിയോ തൊട്ട്, ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റോൾ ചെയ്ത വീഡിയോ തൊട്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, ഇവരിൽ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ട്, ഇവരുടെ കുറെ കാര്യങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്റെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വിട്ടുക. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അൾട്രാ പ്രോമാക്സ് കോമഡി പീസ് ആയിട്ട് ഞാൻ നടന്നുള്ളൂ. വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും, നമുക്ക് അതെടുത്തിട്ട് റിയാക്ട് ചെയ്തൊരു കണ്ടന്റ് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ അകത്തൊന്നും വലിയൊരു സംഭവം ഞാൻ കാണുന്നില്ലപ്പാ. കാര്യം കുറെ നാളായി, ഇത് 4-5 മാസം ഇത് തന്നെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഫയുടെ ആത്മാവ് വന്നു, രേണു പറ, വെൻസർ ദുബായി, അയാളൊക്കെ കാര്യം നോക്കി അയാളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ തെളിവ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യ്. അതുമില്ല. ഈ ആത്മാവിനെയും കൂട്ടുപിടിച്ചിട്ട് ഒരു ചാനലിൽ വന്നിരുന്ന് വീഡിയോ ഇടുക. അയാൾ നല്ല ലാഭം ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഇനി നിങ്ങൾ തമ്മിൽ മറ്റേ ഈ റവന്യൂ ഷെയർ ചെയ്യുന്ന വല്ലതും ഉണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റൂബി കാനഡയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോവല്ലേ. ചാതി മനുഷ്യന്മാരോട് റേണു നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. റേണു ഈ
ഭൂമി വിട്ടു പോകുന്നതിനുള്ളിൽ നല്ല രീതിയിൽ അനുഭവിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. എന്തിനാ വെറുതെ അതിന്? എല്ലാവരും ലൈഫ് ഭൂമി വിട്ടു പോകും. റൈറ്റ്? സോ കുറച്ച് സ്മൂത്ത് ആയ രീതിയിൽ ഹാപ്പിയായി എന്തായിട്ടും ലൈഫ് എന്താ പോകേണ്ടത് എന്തായിട്ടും പോകണം ഒരു ദിവസം ഫോർ ഷുവർ. നല്ല രീതിയിൽ അനുഭവിച്ച് എല്ലാവരെയും കൊണ്ട് മോശം പറയിപ്പിച്ചിട്ട് തന്നെ പോകണം എന്നാണ് റേണുവിനെങ്കിൽ റേണു ഞാൻ പറയുന്നത് അനുസരിക്കില്ല. ഓ പിന്നെ ഇത്ര നാൾ അവരെ കുറിച്ച് എല്ലാരും നല്ലത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരാണെങ്കിൽ അത് അതിൽ വലിയ കോമഡി ആയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ച് ഇപ്പൊ ഈ അസുഖം വന്നപ്പോഴും അവരുടെ വായിന്ന് തന്നെ വർത്താനം ചെയ്തു നോക്കണ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നെഗറ്റിവിറ്റി. പക്ഷെ ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ട് എന്തോ സിറ്റുവേഷൻ ഒക്കെ അന്ന് കേട്ടു. രോഗം ഭേദമാവട്ടെ, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. രോഗം ഭേദമാവട്ടെ. ഇവര് പറയണ കണക്ക് അവര് വന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരാര് ഈ കാനഡയിലെ ഏതോ വീട്ടിലെ ഏതോ മൂലക്ക് ഇരുന്നിട്ട് ആരാണ്ടിനെ വീഡിയോ കോളും ചെയ്ത് ഇമ്മാര് കൊണന്ന് ഇറക്കുകയും ചെയ്യും. വന്ന് ഒരാളും മൈൻഡ് ചെയ്യുന്നില്ലടേ. നമ്മൾ എടുത്തിട്ട് വീഡിയോ ആണ് വെച്ചാൽ രസമല്ലത്. ഇവര് പറയണ കാര്യങ്ങളോ ഇതിനെ കുറിച്ചൊന്നും ആരും എൻഡോസ് ചെയ്യുന്നില്ല. ഇവരെല്ലാരും ഇരുന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഞാൻ ഇവരറിയാവുന്ന ഒരാളോട് എന്റെ ഇൻസ്റ്റയിലെ വീഡിയോ ഷെയർ ചെയ്തപ്പോ തന്നെ എനിക്കൊരു മെസ്സേജ് വന്ന് അതിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്തായതാന്നുള്ളത്. കഷ്ടം. ആരും ചിരിക്കല്ലേ, ഞാൻ അറിയാണ്ട് ചിരിച്ചോളാം, നിങ്ങൾ ചിരിക്കല്ലേ. വന്ന് ഇതേപോലെ ദുബായിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നോർത്ത് കരിഷ്മനെ ഞാൻ പറഞ്ഞ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്ത് കൊണ്ടുവരില്ല എന്ന് ചിന്തിക്കുവാണെങ്കിൽ റേണുവിന് തെറ്റുപറ്റി. ഓക്കെ റേണു, that is not going to happen again. ഓക്കെ റേണു. അപ്പൊ എല്ലാം കൊണ്ടുപോവാ. ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ എല്ലാം കൊണ്ടുപോവാ നിങ്ങള്. എന്നിട്ട് വന്നിട്ട് ഈ കൊണ്ടാടിക്ക്. അല്ലാണ്ട് ഈ എന്ത് കാര്യത്തിന് ഇത്? ഞാൻ ഒരിക്കലും പറയുന്നില്ല അവരൊക്കെ ഡീസന്റ് ആൾക്കാരാണ് അല്ലെങ്കിൽ അവരൊക്കെ നല്ലവരാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവർക്ക് അറിയാവുന്ന കൃത്യമായിട്ട് കാര്യങ്ങളും ഉണ്ടാ. എപ്പോഴും ഒരു ലോജിക്കില്ലാണ്ട് ഈ പ്രേതത്തിനെയും കൂട്ടും പിടിച്ചിട്ട് വന്നിട്ട് ഈ കിടന്ന് ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോസ് ഒരാൾ പ്രേതത്തിനെ കൂട്ടുപിടിച്ച് ചെയ്യണേ ഞാൻ കാണുന്നത്. അത് കണ്ട് ആൾക്കാർക്ക് എന്നെ കാര്യം മനസ്സിലായി തുടങ്ങി. നിർത്തിക്കൂടെ? റേണുവിന്റെ അടുത്ത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ടെലിംഗ്. പക്ഷെ പിന്നെ ബീവിന്റെ അടുത്ത് പറഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ ഐ എം ജസ്റ്റ് കമ്മിങ് ലൈക്ക് ദിസ് ആൻഡ് സ്പീക്കിംഗ് ബിക്കോസ് എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷെഫീനെ. വൺ തിങ്, യു ആർ നോട്ട് അറ്റൻഡിങ് മൈ കോൾ. ദ അതർ തിങ്, ഞാൻ ഷെഫീനോട് കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിലുള്ള സ്മഗ്ലിംഗ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഷെഫീനെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഷെഫീന അബിയുടെ അടുത്ത് നിങ്ങളത് പറഞ്ഞിട്ടാണല്ലേ ഷെഫീനെ താത്ത വന്നിട്ട് മറ്റേ ആ വീഡിയോ ഒക്കെ ഇറക്കിയത്? അത് ശരി, ഞാൻ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ്. ഇപ്പൊ അവരും കോൾ എടുക്കുന്നില്ല. ഇതെന്താ നിങ്ങൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 കോൾ എടുക്കും, പിന്നെ ആരും കോൾ എടുക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി ഞാൻ നമ്പർ തരാം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ഒക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നോ. ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇതൊക്കെ സംസാരിച്ചിരിക്കാം. അപ്പൊ ഇവര് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഫൈനലൈസ് ചെയ്യണം. രേണുസുതി അത്രയും സിറ്റുവേഷനിലായി ലോകത്ത് നിന്ന് തന്നെ വിട്ടു പോകുന്നൊക്കെയാണ് ഇവര് ഒന്ന് പ്രാപിക്കണത്. നമ്മളൊക്കെ പലരും രേണുസുതിയെ കുറിച്ചുള്ള നെഗറ്റീവ് വീഡിയോസ് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ആരും പറയുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു അപകടം വന്ന് അവര് ജീവൻ പോണേന്നൊന്നും നമ്മൾ ആരും പ്രാവെന്ന് പറയണമൊന്നുമില്ല. പക്ഷെ ഇവര് അതുവരെ വന്നിരുന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇവരതിനൊക്കെ കൂട്ടുപിടിക്കുന്ന ആത്മാവിനെ, ഒരാളെ പച്ചക്ക് വന്നിരുന്ന് പ്രാവേം ചെയ്തിട്ട് ആത്മാവിനെ കൂട്ടുപിടിച്ചിട്ടും എന്തെന്ന് മനുഷ്യനാണ് നിങ്ങള്? അത് തന്നെ ഞാൻ ആദ്യമേ ചോദിച്ചത്. നിങ്ങളുടെ കുടുംബക്കാരും പട്ടക്കാരും ഒക്കെ എവിടെ? അവരൊക്കെ ഇപ്പൊ കൂടെ ഉണ്ടാ? ഇല്ലല്ല. എന്താ കാര്യം? ഇത് തന്നെ വല്ല എന്തായാലും ഈമാതിരി സാധനങ്ങളൊന്നും പറയണ കാര്യങ്ങൾ കേട്ടിട്ട് ഓക്കെ, ഞാൻ അറിയാം അത് ചിരിച്ചോണം. വേറെ എന്താ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കണ്ടതിന്റെ ഹാങ് ഓവർ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എനിവേ, രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പൊ കുറച്ച് സീരിയസ് ആണെന്നൊക്കെ കേൾക്കുന്നു. അവർ റിക്കവർ ആയിട്ട് വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ. എന്നിട്ട് അവര് നെഗറ്റീവ് പബ്ലിസിറ്റി വഴി എന്തെങ്കിലും ചെയ്ത് അവർ ജീവിച്ചു പോട്ടെ. അപ്പൊ എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് കിട്ടും, നമുക്ക് അത് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ കിച്ചുവിന്റെ കേസ്, അത് ഇവര് പറഞ്ഞതില് വേറെ ഒന്നുമല്ല. കിച്ചുവിനെ കുറിച്ച് ആ ചെറുക്കൻ പണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ അവന്റെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിച്ചു പോവാ. അപ്പൊ അവന് കയറി ചൊറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ സപ്പോർട്ട് വേറെയാ. ഇത് ആൾക്കാർ ഭയങ്കര നെഗറ്റീവായി മാറിയിട്ടുണ്ട്. കിച്ചുവിന് രേണുസുതി പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ആ മറ്റേ ഫിലിപ്പ് എന്തായാലും നോബൽ ഫിലിപ്പ് വന്ന് പറഞ്ഞപ്പോഴും ആൾക്കാർ മൊത്തം ഇവർക്ക് രണ്ടുപേർക്ക് എഗെയിൻസ്റ്റ് ആയി മാറിയത് കിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് എല്ലാവർക്കും.
ഇവര് പറഞ്ഞ അതും വന്ന് ആത്മാവ് ചെയ്താണ്. പിന്നെ ആത്മാവ് വന്നിട്ട് യൂട്യൂബിൽ കമന്റ് ഇടാനും വ്യൂസ് കൂട്ടി തരാനെങ്കിലും ഒന്ന് പോകാനുള്ള അവിടെ നിന്ന് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ചിരി മന്തി. എന്തേലും ആവട്ടെ. ഇനി ഇവര് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നമുക്ക് ഇവിടെ വന്നിരുന്ന് ചിരിക്കാനുള്ള വീഡിയോ ചെയ്യണ്ടേ നമ്മള്, അല്ലേ? വേണ്ടേ? അഗൈൻ ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. രേണുസുതിക്ക് അങ്ങനെ ഒരു സീരിയസ് അസുഖമാണ്, സീരിയസ് സിറ്റുവേഷൻ ആണ്. എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് തിരിച്ചു വരട്ടെ. ആത്മാവും കുന്തവും കുടച്ചക്കറോ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരെണ്ണത്തിനെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞുവിട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ റൂഹി ജാനോ ഒരാളൊന്ന് പറഞ്ഞുവിടും. ചുമ്മാ വേണ്ടി പറഞ്ഞിരിക്കാനാ ബോറടിക്കുന്നത്. ഞാനിപ്പോ അധികം പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫുൾ റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. വലിയ വലിയ പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്, വീഡിയോ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള റിസർച്ചിലിരിക്കുക. അതുകൊണ്ടാണ് ഈ കൊച്ചി എന്താ പറയാ ഈ ഫണ്ണി കണ്ടന്റ്സ് ഒക്കെ ചെയ്ത് പോകുന്നത് ഇപ്പൊ നിലവിൽ. അപ്പൊ മാക്സിമം എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഗ്രോയിങ് സ്റ്റേജ് ആണ്. സോ ആ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ബൈ.